ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 58-ാം എപ്പിസോഡ്. മറിയത്തിൻ്റെ സ്കൂളിലിരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക. അതാണ് തിരുവചന ജപമാല അഥവാ തെയോത്തോക്സൻ്റെ വചനക്കൊന്ത. അതിൽ നമ്മൾ കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പല പ്രാവശ്യം ചൊല്ലുന്നുണ്ട്. അതിൽ അങ്ങ് യാചന, ദൗ പെറ്റീഷൻസ്, ഒന്നാമത്തെ യാചന, സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ എന്ന ആ അഭിസംബോധന കഴിഞ്ഞ് ആദ്യത്തെ പ്രാർത്ഥന അങ്ങയുടെ നാമം പൂജിതമാകണമേ. അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അങ്ങയുടെ നാമം യാഹ്വേ എന്ന നാമം, അത് എലോഹിയുമായിട്ടുള്ള ബന്ധം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്നുള്ള ആ വിശദീകരണം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന നമ്മുടെ പെന്തക്കോസ്ത് സഹോദരൻ CP ഒരു ചോദ്യം ചോദിച്ചു, ക്രിസ്തുവിനെക്കുറിച്ച് ധ്യാനിച്ചാൽ പോരെ, എന്തിനാ മരിയയുടെ കലാലയത്തിലിരിക്കണേന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു മറുപടി പറയുകയാണ് ഞാൻ. ഒന്ന്, നടപടി ഗ്രന്ഥത്തിൽ 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയത്തോടു കൂടി അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. യേശുവിൻ്റെ അമ്മയായ മറിയത്തോടു കൂടെ, അത് തിരുവചനമാണ്. അപ്പോൾ പണ്ടത്തെ ഒരു കാര്യം മാത്രം പറയല്ല, എന്നും വേണ്ടൊരു കാര്യം പറയാൻ. പിന്നെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് തിരുവചനത്തിലുണ്ട്. മറിയത്തിൻ്റെ തന്നെ തിരുവചനമുണ്ട്, ലൂക്കാസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ പിന്നെ മറിയത്തെക്കുറിച്ച് 32 ഖണ്ഡങ്ങളുണ്ട് തിരുവചനത്തിൽ. സത്യവേദ പുസ്തകത്തിലും മറിയത്തെക്കുറിച്ച് 22 പാരഗ്രാഫുകൾ, അവളുടെ രക്ഷാചരിത്രത്തിലെ സ്ഥാനം, അവളുടെ പദവി, കർത്താവിൻ്റെ അമ്മ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറിയത്തെക്കുറിച്ചുണ്ട്. പിന്നെ 30 വയസ്സ് വരെ യേശു ക്രിസ്തു എന്ന് പറയുന്നത് നിങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ രക്ഷകനും ഈ മറിയത്തിനും യൗസേപ്പിതാനും വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് ബൈബിളിലുണ്ട്. ഈ യേശുക്രിസ്തുവിന് വേണ്ട മനുഷ്യത്വം കൊടുത്തതും അവന് വിദ്യാഭ്യാസം കൊടുത്തതും ട്രെയിൻ ചെയ്തതും ഇല്ലേ, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു എന്ന് നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിലില്ലേ. ഈ ജ്ഞാനത്തിലും പ്രായത്തിലും വളരാൻ ഭക്ഷണം കൊടുക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. മറിയം മുലപ്പാൽ കൊടുത്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത് മറിയമാണ്. അപ്പോൾ യേശുക്രിസ്തു ഏത് സ്ത്രീയാണ് ഇത്രമാത്രം ബഹുമാനിച്ചത്, ആ സ്ത്രീയെ നമ്മൾ ബഹുമാനിക്കുകയും യേശുക്രിസ്തു ഇത്രമാത്രം മനുഷ്യത്വം പഠിച്ചത് ആരിൽ നിന്നാണോ ആ സ്ത്രീയുടെ മുഖത്ത് അല്ലെങ്കിൽ അവളുടെ സ്കൂളിലിരുന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ യേശുവിനെ പോലെ ജ്ഞാനത്തിനും പ്രായത്തിനും വളരാൻ നമ്മൾ ശ്രമിക്കുന്നു. അതോടൊപ്പം യേശു എന്ന കർത്താവും രക്ഷകനെ ധ്യാനിക്കാൻ മറിയം നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ചേർന്നിട്ട് മാത്രമല്ല, സ്വർഗത്തിൽ ആ സ്ത്രീ, ഈ മറിയം എന്ന സ്ത്രീയാണ് സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രൻ്റെ മേൽ ചവിട്ടി നിന്ന് 12 നക്ഷത്രം കിരീടങ്ങൾ വെച്ച് ഉടമ്പടിയുടെ പേടകമായിട്ട് സ്വർഗത്തിൽ നിൽക്കുന്നത്. ആ സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന ലിറ്റർജിയൊക്കെ. ചുരുക്കത്തിൽ മറിയത്തിൻ്റെ കലാലയത്തിലിരുന്നല്ലാതെ മറ്റേത് കലാലയത്തിലിരുന്നാലും യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്രമാത്രം നന്നായിട്ട് ധ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ CP ചേട്ടന് വേണ്ടിയുള്ള ഒരു ഉത്തരമാണ് പറഞ്ഞത്. നമുക്കിനി നമ്മുടെ ഈ ധ്യാനത്തിലേക്ക് വരാം. അങ്ങയുടെ നാമം പൂജിതമാകണമേ. നാമം, ഈ ദൈവത്തിൻ്റെ നാമം യാഹ്വേ. ആ യാഹ്വേ എന്ന നാമം എലോഹിയുമായിട്ടുള്ള ബന്ധം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് അതിന് വിശദീകരണം കൊടുത്തിരിക്കുന്നു. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. ഇത് കുറച്ച് ഗഹനമായ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന് പറഞ്ഞിട്ട് ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഒരു പുസ്തകമുണ്ട്. നല്ല ടഫായ പുസ്തകമാണ്, പക്ഷെ പലരുടെ കയ്യിലും പുസ്തകമുണ്ട്. അപ്പോൾ ഈ എൻ്റെ ധ്യാനം കൂടി കേൾക്കുമ്പോൾ പിന്നെ നിങ്ങൾ വീണ്ടും അത് വായിക്കുമ്പോൾ ഈ വളരെ ടഫായിരിക്കുന്ന സംഗതികൾ ഇല്ലേ, വളരെ കഠിനമെന്ന് തോന്നിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പമുണ്ടാകും. മാത്രമല്ല, നമ്മൾ ഈ ദൈവത്തിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുതെന്ന് 2-ാം പ്രമാണമുണ്ട്. അപ്പോൾ ഒരു പ്രമാണത്തിലൂടെ അത് നൽകാൻ മാത്രം ഈ നാമം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വളരെ ഈസി ആയിട്ട് അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പറഞ്ഞു പോകുന്നു. അതേസമയം കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് കൽപ്പനയുണ്ട്, പ്രമാണമുണ്ട്. അത് പ്രമാണം, ദൈവകൽപ്പനയിൽ ഒന്നാണത്. അപ്പോൾ അത് അത്രയും പ്രധാനപ്പെട്ടതല്ലേ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രമാണം നൽകിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഇല്ലേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ളൊരു ശ്രമമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഓർക്കാം. ഈ യാഹ്വേ എന്ന ദൈവനാമം, അതിനെ ഒന്ന് വിശദീകരിച്ചു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം. അപ്പം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന ആ സംജ്ഞ കൊണ്ട് യാഹ്വേ എന്ന നാമത്തെ വ്യാഖ്യാനിക്കുന്നു. അതിനാൽ യാഹ്വേ വിശ്വാസം ഇസ്രായേലിൻ്റെ പിതാക്കന്മാരുടെ വിശ്വാസത്തിൻ്റെ ജീവിത പരിസരവുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അനുക്തസിദ്ധമായിട്ട് കൂട്ടി യോജിപ്പിച്ചു, അല്ലെങ്കിൽ അതിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് മോശ തന്നെ എഴുതിയത്,
ഇല്ലേ, അവർ അക്കാലത്ത്, ഏത് ഉൽപ്പത്തി ദിവസം 4-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുക, അക്കാലത്ത് കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിലേക്ക് ഇതങ്ങ് ആകിരണം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് അത് എഴുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തെ കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി എന്ന് അവിടെ മോശയാണ് എഴുതിയിരിക്കുന്നത്. അത് ഇത് ആകിരണം ചെയ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന സംജ്ഞയിലേക്ക് യാഹ്വേ എന്ന നാമത്തെ ഇല്ലേ ആകിരണം ചെയ്ത് അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ജീവിത പരിസരത്ത് അത് ഉപയോഗിച്ചത്. വിപരീത ദിശയിൽ ഈ ഇസ്രായേലിൻ്റെ പിതാക്കന്മാരുടെ ജീവിത പരിസരം യാഹ്വേ വിശ്വാസത്തിൻ്റെ പുതിയ മുഖഭാവമായി പൊരുത്തപ്പെട്ടു. യാഹ്വേ എന്ന യാഹ്വേ എന്നുള്ള ആ നാമവുമായിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്നുള്ള സംജ്ഞ പൊരുത്തപ്പെടാനും തുടങ്ങി. അപ്പോൾ നമുക്കൊരു കാര്യം ചോദിക്കേണ്ടതുണ്ട്. ഈ യാഹ്വേ എന്ന നാമം കൊണ്ട് പ്രകാശിപ്പിക്കുന്ന പുതിയ ഉള്ളടക്കം എന്താണ്? നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന സംജ്ഞയ്ക്ക് യാഹ്വേ വിശ്വാസമായിട്ട് പൊരുത്തപ്പെടുന്നു പറഞ്ഞാൽ യാഹ്വേ വിശ്വാസത്തിൽ യാഹ്വേ എന്ന നാമത്തിൽ ഒരു പുതിയ ഉള്ളടക്കമുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന സംജ്ഞയിൽ ഇല്ലാത്ത ഒരു പുതിയ ഉള്ളടക്കം യാഹ്വേ എന്ന നാമത്തിലുണ്ട്. എന്താണ് യാഹ്വേ എന്ന നാമത്തിലുള്ള പുതിയ ഉള്ളടക്കം? നിരവധിയായ ഉത്തരങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഒരു കാര്യം മാത്രമാണ് പരിശോധിക്കുന്നത്, ഒരു കാര്യം മാത്രം. പുറപ്പാടിൻ്റെ 3-ാം അധ്യായത്തിൽ, പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ 3-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രമാണസൂത്രങ്ങൾ എല്ലാത്തിൻ്റെയും കൃത്യമായ അർത്ഥമൊന്നും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ 2 കാര്യങ്ങൾ അവിടെ വളരെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ദൈവത്തിനൊരു പേരുണ്ട് എന്നതാണ് ഒരു കാര്യം. അത് ഒരു തരം ആളത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവത്തിൻ്റെ പേരുണ്ട്, അപ്പോൾ വെറൊരു ശക്തിയല്ല, ഒരു പരാശക്തിയല്ല, എന്തോ ഒരു അജ്ഞാത ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. അവനൊരു ആളത്വമുണ്ട്. പേരുണ്ടെങ്കിൽ ആളത്വമുണ്ട്. വെറു ശക്തിയല്ല, ഒരാളാണ്. ഒരാളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പേരുണ്ടെന്നുള്ളത്. അതേസമയം ഇങ്ങനെ ഒരു നാമം ഉണ്ടാകുന്നത് ഈ ഗ്രീക്ക് തത്വചിന്തയ്ക്കെല്ലാം വലിയ ഇടർച്ചയും അപകീർത്തിയുമാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ 2 ക്ലാസ്സിലും മറ്റും കണ്ടു കഴിഞ്ഞു. അപ്പം നമുക്ക് ഒന്നുകൂടി ഈ ദൈവം യാഹ്വേ എന്നുള്ള നാമം വെളിപ്പെടുത്തുന്ന ആ രംഗം കുറച്ചുകൂടി അടുത്തൊന്ന് വീക്ഷിച്ചാലോ? അതായത് ഗ്രീക്ക് തത്വജ്ഞാനികൾ പറയുന്നത് ദൈവത്തിന് നാമം ഉണ്ടാക്കാൻ പറ്റില്ലെന്നാണ്. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഇവിടെ ഒരു ദൈവം നാമം വെളിപ്പെടുത്തുന്ന പോലെയാണ്. അപ്പോൾ നമുക്കിതൊന്നുകൂടി നാമം ഉണ്ടാകാൻ പറ്റില്ലെന്ന് തത്വജ്ഞാനികൾ പറയുന്നു. അതേസമയം ഇവിടെ നാമം വെളിപ്പെടുത്തുന്നു. സത്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ? അതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് പെട്ടെന്ന് ചില ആളുകൾ മറുപടി പറയും. നമ്മുടെ CP ചേട്ടനെ പോലെ മറുപടി ചിലപ്പോൾ പറയാം, ദൈവത്തിൻ്റെ പേരായിട്ടാണ് ഇസ്രായേൽ യാഹ്വേ എന്ന വാക്കിനെ കണ്ടത്. അത് തർക്കമില്ലാത്ത കാര്യമല്ലേ, പിന്നെ അച്ഛൻ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ആ മുൾപ്പടർപ്പ് രംഗത്തിൻ്റെ മനസ്സിരുത്തി വായിച്ചാൽ, മുൾപ്പടർപ്പ് രംഗം മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം, ഈ നാമം എന്ന രീതിയിലുള്ള ഈ യാഹ്വേ എന്നത് നാമമാണ് എന്നുള്ള സംഗതിയെ പാടെ നിരാകരിക്കുന്ന തരത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. യാഹ്വേ എന്ന നാമത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് യാഹ്വേ എന്ന നാമം എന്ന രീതിയിലല്ല എന്ന് തോന്നുക. അതായത് ദൈവത്തിലുള്ള നിരവധി സ്ഥാനപ്പേരുകളിൽ നിന്ന് തീർച്ചയായിട്ടും യാഹ്വേ എന്ന നാമം വളരെ വിദൂരത്താണ്. ഇല്ലേ, അക്കാലത്ത് ദൈവത്തിന് ഒരുപാട് നാമങ്ങളുണ്ടായിരുന്നു. ദൈവങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ദൈവങ്ങൾ, ഞാൻ പ്ലൂറൽ ഉപയോഗിക്കുക, ഒരുപാട് നാമങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു നാമമൊന്നുമല്ല നമ്മൾ രാമൻ, കൃഷ്ണൻ, ബുദ്ധൻ എന്നൊക്കെ പറയുന്ന പോലെയോ, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന പോലെയോ. അള്ളാഹു എന്നുള്ളത് അറബിയിലൊരു വാക്കാണ്, ദൈവം എന്നർത്ഥമുള്ളൊരു വാക്കാണ്, ദൈവത്തിൻ്റെ പേരൊന്നുമല്ല. എങ്കിലും അങ്ങനെയുള്ളൊരു വാക്കല്ല ഈ യാഹ്വേ. അത് സംശയമില്ലാത്ത കാര്യം. ഒരുപാട് നിഗൂഢതകളുള്ള വാക്കാണ്. അതേസമയം ഈ തിരുവെഴുത്തുകൾ എന്താ പറയുന്നത്? മോശെ ദൈവത്തോട് പറയുക, നീ എന്നെ ആരുടെ പക്കലേക്ക് അയക്കുന്നുവോ ആ ഇസ്രായേൽ മക്കൾ എന്നോട് ചോദിക്കും, നിന്നെ അയച്ച ദൈവം ആരാണ്, അവൻ്റെ പേരെന്താണ്, ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്? മറുപടി ആയിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞെന്നാണ് നമ്മൾ വായിക്കുക, ഞാൻ തന്നെ, ഐ ആം ഹു ആം, ഞാൻ തന്നെ. പക്ഷെ തുടർന്ന് അങ്ങനെ പറയാണ്. പക്ഷേ ഈ ഐ ആം ഹു ആം എന്നുള്ളത് ഒരു തർജ്ജമയാണ്. ഈ യാഹ്വേ അല്ലേ, ശരിക്കും പറഞ്ഞാൽ യാഹ്വേ എന്ന് പറഞ്ഞാൽ എഹിയെ അഷറഹിയെ എന്ന ദൈവം ഉപയോഗിച്ചത്. എഹിയെ അഷറഹിയെ, ഞാനാണ്, ഞാൻ തന്നെ, അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ തേർഡ് പേഴ്സൺ ആണ് യാഹ്വേ. അവൻ ആകുന്നു, ഞാൻ തന്നെ, അവൻ തന്നെ, അതാണ് യാഹ്വേ. പക്ഷേ ഈ ഐ ആം ഹു ആം എന്നുള്ളതിന് വേറെ തർജ്ജമയാകാം.
ഐ ആം വാട്ട് ഐ ആം. ഐ ആം ഹു ഐ ആം. ഞാൻ തന്നെ, ഞാനാണ്. അതിന് പകരം ഐ ആം വാട്ട് ഐ ആം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ. ഐ ആം വാട്ട് ഐ ആം. ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ എന്ന് അതിന് മൊഴിമാറ്റം ചെയ്യാം. ഞാൻ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 19 തരത്തിൽ ഈ എഹിയെ അഷർ എഹി എന്നുള്ള തർജ്ജമ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 19 തരത്തിൽ. അപ്പോൾ ഒരു തർജ്ജമയാണ് അതിൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിന്റെ പേരെന്താണ്? ദൈവം തിരിച്ചു പറയാം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ. കൂടുതലൊന്നും പറയാനില്ല. ഒരു തിരിച്ചടി പോലെയാണ്. ദൈവം തന്റെ നാമം വെളിപ്പെടുത്താൻ മടിക്കുന്നു. നീ എന്താ എൻ്റെ പേര് ചോദിക്കുന്നത്? ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ. ഞാൻ എന്തായിരുന്നുവോ അത് തന്നെ ആയിരിക്കും ഞാൻ. പണ്ട് ഞാൻ എന്തായിരുന്നുവോ അത് തന്നെയാണ് ഇപ്പോൾ. പേര് മാറിയിട്ടില്ല, സ്വഭാവം മാറിയിട്ടില്ല. അതായത് എൻ്റെ പേര് വെളിപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചടി പോലെയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ. നീ എൻ്റെ പേര് ചോദിക്കേണ്ട കാര്യമില്ല എന്ന ഒരു പേര് വെളിപ്പെടുത്തുന്നതിനേക്കാൾ പേര് നൽകാനുള്ള വിസമ്മതമാണ് ദൈവത്തിൻ്റെ മറുപടിയിലുള്ളത്. മോശയുടെ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള അപേക്ഷയിൽ ദൈവത്തിന് അപ്രീതിയുണ്ടായി എന്ന തോന്നലാണ് ആ രംഗത്ത് നിലനിൽക്കുന്ന പൊതുവികാരം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ, പിന്നെ നിനക്ക് എന്താ അറിയേണ്ടത് എന്നൊരു ചോദ്യം പോലെയാണ് ദൈവത്തിൻ്റെ അനിഷ്ടകരമായ മറുപടി. ഇതിനോട് ഈ പുറപ്പാട് പാഠത്തോട് ചേർന്ന് പോകുന്ന വേറെ 2 പാഠങ്ങളുണ്ട്. ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലാണ്. ഈ സാംസന്റെ പിതാവായ മനോവ ദൈവമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ദൈവത്തിൻ്റെ പേര് ചോദിച്ചു. ഉത്തരമായിട്ട് ദൈവം നൽകിയത് എൻ്റെ പേര് നിഗൂഢമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? എൻ്റെ പേര് ഒരു രഹസ്യമായിരിക്കെ, നിഗൂഢമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? ഈ വേറെ തരത്തിലും അത് തർജ്ജമ ചെയ്യാം. എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? എൻ്റെ പേര് വിസ്മയകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? അതായത് ദൈവത്തിൻ്റെ പേര് ദൈവം വെളിപ്പെടുത്തിയില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 13-18 വെളിപ്പെടുത്താൻ ദൈവത്തിന് വിസമ്മതം. വേറൊരു തിരുവെഴുത്തുള്ളത് ഉൽപ്പത്തി ഗ്രന്ഥത്തിലാണ്. 32-ാം അധ്യായത്തിൽ രാത്രിയിൽ അപരിചിതമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തുകയാണ് യാക്കോബ് എന്നിട്ട് പറയാണ്, നിന്റെ പേരെന്താണ്? അതിന് മറുപടിയായിട്ട് കൊടുക്കുന്നത്, എന്തിനാണ് നീ എൻ്റെ പേരറിയുന്നത്? എന്തിനാണ് നീ എൻ്റെ പേരറിയുന്നത്? ഉൽപ്പത്തി 32-ാം അധ്യായം 29 മുതൽ 30 വരെ വാക്യങ്ങൾ. അതായത് പുറപ്പാട് പാഠവുമായിട്ട് ഭാഷാപരമായും ഘടനാപരമായും ദൈവശാസ്ത്രപരമായും വളരെ സാമ്യമുള്ളതാണ് ഈ 2 തിരുവെഴുത്തുകളും. അതിനാൽ തന്നെ ഇവ തമ്മിലുള്ള ബന്ധം, പുറപ്പാടും പിന്നെ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായവും ന്യായാധിപന്മാർ 13-ാം അധ്യായം തമ്മിലുള്ള ബന്ധം തള്ളിക്കളയാൻ പറ്റില്ല. സാദൃശ്യം തള്ളിക്കളയാൻ കഴിയില്ല. ദൈവനാമം വെളിപ്പെടുത്തി കിട്ടാനുള്ള അപേക്ഷയെ നിഷ്കരുണം നിരസിക്കുകയാണ് ദൈവം എന്ന് തോന്നും. അവർക്ക് ചുറ്റിലുമുള്ള ദേവന്മാർക്കുള്ളതുപോലെ ഒരു പേരിൽ അറിയപ്പെടാനോ ഒരു പേര് വെളിപ്പെടുത്താനോ മുൾപടർപ്പിൽ ദൈവം തയ്യാറല്ല. ആ ദേവന്മാർ മറ്റ് ദേവന്മാരിൽ ഒരാളാണെന്ന് കാണിക്കാനാണ് പേര് വെളിപ്പെടുത്തിയത്. ഒരുപാട് ദേവന്മാരുണ്ട്, അപ്പോൾ ഓരോരുത്തരും ഇല്ലേ അവരുടെ ഇടയിൽ ആരെന്ന് അറിയാൻ വേണ്ടി പേര് വെളിപ്പെടുത്തിയത്. ഈ ദൈവത്തിന് അങ്ങനെ പേരിൻ്റെ ആവശ്യമുണ്ടോ? ദൈവം ഒന്നേ ഉള്ളൂ. ദേവന്മാരൊന്നും ഇല്ലല്ലോ, അസ്തിത്വത്തിലില്ല. ദൈവം ഒരാളേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. അപ്പോൾ അവന് പിന്നെ പേരിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പേര് വെളിപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? മറ്റ് ദേവന്മാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളാണ് ഞാനെന്ന് അല്ലേ? അനേകം ദേവന്മാരുണ്ട്, അതിൽ പെട്ട ഒരാൾ അല്ലേ? അതിൽ വേർതിരിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അതിനു വേണ്ടിയിട്ടുള്ള പേര്. നമ്മൾ ലോകത്താകൂടെ ഒരേ ഒരു മനുഷ്യനുള്ളെങ്കിൽ പേരിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് വ്യത്യസ്തനായിട്ട് ഇല്ലേ വ്യതിരിക്തമായി നിൽക്കാനും പിന്നെ പേര് വിളിച്ച് ബന്ധപ്പെട്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് പേര്. ഒന്നേ ഉള്ളെങ്കിൽ എന്തിനാണ് പേര്? ദൈവം ഒന്നേ ഉള്ളൂ, ഏകനാണവൻ. അപ്പം പിന്നെ എന്തിനാണ് പേര് എന്നാണ് ദൈവം ചോദിക്കുന്നത്. അനേകം ദേവന്മാരുണ്ടെങ്കിൽ ആ ദേവന്മാരുടെ വേർതിരിച്ചതിന് ഒരു പേര് വേണം. ദൈവം ഒന്നേ ഉള്ളെങ്കിൽ ദൈവത്തിൻ്റെ പേരിൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് മുൾപടർപ്പിലെ ദൈവം ഒരു പേര് വെളിപ്പെടുത്തി അനേകം ദേവന്മാരിൽ ഒരാളാണ് എന്ന മട്ടിലേക്ക് ചുരുങ്ങാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ദൈവം മോശയ്ക്ക് പേര് വെളിപ്പെടുത്താൻ മടിക്കുന്നത്. നീ എന്തിനാണ് എൻ്റെ പേര് ചോദിക്കുന്നത്?
ഞാൻ ഇല്ലേ അത് അത് മനോവയോട് ചോദിക്കുന്നു, സാംസന്റെ അപ്പനോട്. എന്തിനാ നീ എൻ്റെ പേരറിയുന്നതെന്ന് യാക്കോബിനോട് ചോദിക്കുന്നു. മോശയോട് പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നു അത് തന്നെയാണ് ഞാൻ, പേര് വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന മട്ടിൽ ഒരു തിരിച്ചടി പോലെയാണ് മറുപടി. എഹിയെ അഷറഹിയെ, ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ. അപ്പോൾ ദൈവം ഇങ്ങനെ നാമം വെളിപ്പെടുത്താൻ മടിക്കുന്നു. നമുക്ക് കുറച്ചൊരു അർത്ഥം കിട്ടിയില്ലേ? ദൈവത്തിൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുത്. അതായത് ദൈവം വളരെ വിസമ്മതത്തോടു കൂടി വെളിപ്പെടുത്തിയ ഒരു പേരാണ് യാഹ്വേ. അപ്പോൾ അത് തോന്നിയ പോലെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ദൈവം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് എന്താണ്? ദൈവം ദൈവമാണ്, ദൈവം ദൈവമാണ്. ആ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അവൻ്റെ നാമം, അവനെ മഹത്വപ്പെടുത്തുക, അവൻ്റെ നാമം പരിശുദ്ധമായി നിലനിർത്തുക, അത് നമ്മുടെ വലിയ ഒരു ലക്ഷ്യമായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മുൻപൊരിക്കൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന അടിയിൽ നിന്ന് തുടങ്ങി, അടിയിൽ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അല്ലേ, ദുഷ്ടൽ ഞങ്ങൾ രക്ഷിക്കണമേ, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, അങ്ങനെ പോയി അന്നു വേണ്ട ആഹാരം നൽകണം, പിന്നെ നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, നിന്റെ രാജ്യം വരണം, നിന്റെ നാമം മഹത്വപ്പെടണം. നമ്മൾ സ്വർഗത്തിലേക്ക് ഉള്ളൊരു യാത്രയാണ്. സ്വർഗത്തിൽ നമ്മൾ എന്താ ചെയ്യുക? അവൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവൻ്റെ നാമം പൂജിതമാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലേക്കുള്ളൊരു മോഹം, ദൈവത്തെ മുഖത്തോട് മുഖം കണ്ട് അവൻ ആരാണ്, ഇങ്ങനെ നിഗൂഢമായ നാമത്തിൽ വെളിപ്പെടുത്തിയവൻ ആരാണ്, അവനെ കാണാനുള്ള മോഹത്തോടു കൂടി ജീവിക്കുക, ദൈവമാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കുക എന്നൊരു സന്ദേശം കർത്താവ് ഇതിലൂടെ നൽകുകയാണ്. അങ്ങനെ ആയിരിക്കട്ടെ. കർത്താവ് നമ്മളെ കൂടെ ഉണ്ടാകട്ടെ. ആ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് മറിയത്തിൻ്റെ കലാലയത്തിൽ ഇരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി പിതാവായ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ചേർന്ന് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം. കൊന്തയിലും അങ്ങനെ തന്നെ ചൊല്ലാം. അപ്പോൾ അത് തിരുവചന കൊന്തയാകും, തെയോത്തോക്കസിൻ്റെ വചനക്കൊന്തയാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.